രായണ. ഓം. ശ്രീമദ് വാൽമീകി രാമായണം കഥ മാത്രം പറഞ്ഞു വരുന്നു. ഇപ്പോൾ 5 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6ാമത്തെ ഭാഗമാണ് നമ്മൾ പറയണത്. കഥ മാത്രം പറയാണ്. 24,000 ശ്ലോകങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ എന്താണോ എഴുതിയത് അത് മാത്രം. അതേപോലെ അതിലേതെങ്കിലും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ നമുക്ക് സ്ഥിരം പരിചയമുള്ളത് ഏതെങ്കിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് പറയും. ഇത്രേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും അത് കേൾക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വാൽമീകി രാമായണം ഫുള്ളായിട്ട് കഥ പറയുന്നത് അങ്ങനെ എളുപ്പമല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനത് കഥ മാത്രമാണ് പറയണത്. എല്ലാ ശ്ലോകങ്ങളും അതിൻ്റെ സാരം കഥയായിട്ട് പറയണം. ഓം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനെ മണിമയേ വീരാസനെ സംസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം. വ്യാഖ്യാതം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരസ്തു ഹനുമാൻ പശ്ചാൽ സുമിത്രാ സുതാ. ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർവായുവാദികോണേഷു ച. സുഗ്രീവശ്ച വിഭീഷണശ്ച യോരാട്ടാരാസുതോ ജാംബവാൻ. മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം നിത്യം പഠിക്കണം. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ. സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ഓം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ഓം. ഭാഗം 6 11ാം സർഗം മുതൽ, ബാലകാണ്ഡത്തിൽ 11ാം സർഗം മുതൽ 77 സർഗമാണ് ഇതിലുള്ളത്. 500 സർഗങ്ങളാണ് മൊത്തം ഉള്ളത്. 24,000 ശ്ലോകങ്ങളെ കൊണ്ട് 500 സർഗങ്ങളിലായിട്ടാണ് 7 കാണ്ഡങ്ങളിൽ ഈ രാമായണം പറഞ്ഞിരിക്കുന്നത്. അതിലെ ഉത്തരകാണ്ഡം പുറമെയാണ് എന്നും പറയണം. ശ്രീ ഗുരുവായൂരപ്പ. മഹാരാജാവിനോട് പറയുകയാണ്, ദശരഥ മഹാരാജാവിനോട്, ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള ദേവന്മാരെ പോലെ ഇങ്ങനെ എല്ലാവർക്കും ഹിതം ആയിട്ടുള്ള വാക്കുകളെ പറയുകയാണ്. ഇക്ഷ്വാകു വംശത്തിൽ അത്യധികം ധാർമ്മികനായിട്ട് ദശരഥൻ എന്ന ആ രാജാവും ശ്രീമാനായിട്ട് സുധാർമ്മികനായിട്ട് സത്യം പാലിക്കുന്നവനായിട്ട് അദ്ദേഹം ഭാവിയിൽ ഇങ്ങനെ ജനിക്കും. ഇതൊക്കെ വസിഷ്ഠൻ പറയുന്ന ചില കഥകളാണ്. അത് ഋഷ്യശൃംഖനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ദശരഥനെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെ ശാന്തയുടെ ഭർത്താവായിട്ടുള്ള ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യാഗം ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് സന്താനം ഉണ്ടാവും. ഇത് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആമുഖമാണ് ഇപ്പോൾ ഈ പറയണതൊക്കെ. ആ ദശരഥ രാജാവിന് അംഗരാജ്യങ്ങളുമായിട്ട് ധാരാളമായിട്ട് സഖ്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ചക്രവർത്തി പദം കിട്ടും എന്നതാണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ സാരം. അതേപോലെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ശാന്ത എന്ന അതിസുന്ദരിയായിട്ടുള്ള ദശരഥൻ ദത്തുപുത്രിയായിട്ട് കൊടുക്കപ്പെട്ടവളാണ്. ആ ശാന്ത ഈ അംഗരാജാവായിട്ടുള്ള രോമപാദൻ എന്ന് അറിയപ്പെട്ട അദ്ദേഹമാണ് വളർത്തിയത് ഈ ശാന്തയെ. മഹായശസ്വിയായിട്ടുള്ള ദശരഥൻ രോമപാദനെ സമീപിക്കും. അതേപോലെ ദശരഥന് സന്താനമില്ലാതെ കണ്ട് ധർമാത്മാവെ അദ്ദേഹത്തിനോട് പറയുകയാണ്, ലോമപാദനോട് പറയുകയാണ്. ദശരഥ രാജാവ് പറയുക, ശാന്താ ഭർത്താവിനെ എനിക്ക് എൻ്റെ കുലം നിർത്താൻ വേണ്ടിയിട്ട്, സന്തതിക്ക് വേണ്ടിയിട്ട്, യജ്ഞം നടത്തുവാൻ വേണ്ടിയിട്ട് അങ്ങ് എൻ്റെ കൂടെ പറഞ്ഞയക്കാൻ കനിവുണ്ടാവണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇദ്ദേഹം കൊടുത്തതാണ് മകളെ ദത്തുപുത്രിയായിട്ട്. അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ എനിക്ക് വേണ്ടിയിട്ട് ചില കർമ്മങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട്, യാഗാദികളെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദശരഥ രാജാവ് ചക്രവർത്തിയാണ്. ലോമപാദ രാജാവ് സാധാരണ രാജാവാണ്. അദ്ദേഹം
കപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദശരഥ രാജാവിന്. എന്നിട്ടും അവിടെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. സാത്വികതയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭാവങ്ങളാണ് രാമായണത്തിൽ മുഴുവൻ കാണുക. അതാണ് അതിൻ്റെ സാങ്കത്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. അതാണ്. അപ്പോൾ ഇങ്ങനെ ദശരഥ രാജാവ് പറഞ്ഞു കേട്ടപ്പോൾ നല്ലോണം ആലോചിച്ചു. അതിന് ശേഷം പുത്രവാനായിട്ടുള്ള ഈ ശാന്താഭർത്താവിനെ അയച്ചു കൊടുക്കും. ഇതൊക്കെ ഭാവി കാലം രീതിയിലാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കഥ പറയുകയാണ്. ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ആ രാജാവ് ആ ഋഷ്യശൃംഗ മഹർഷിയെ സ്വീകരിക്കും. അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട് യജ്ഞം നിർവഹിക്കും. ഇവിടെ അശ്വമേധ യാഗം ചെയ്യും എന്നാണ്. അപ്പം അതിനുശേഷം പിന്നീട് പുത്രകാമേഷ്ടി വേറെ ചെയ്യണ്ടാവാം. ഇവിടെ പറയുന്നത് അശ്വമേധ യാഗത്തെക്കുറിച്ചാണ്. യശസ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദശരഥ മഹാരാജാവ് വളരെ വന്ദിച്ചുകൊണ്ട് ഈ ദ്വിജശ്രേഷ്ഠനായിട്ടുള്ള ഋഷ്യശൃംഗനെ സന്തതി ലാഭത്തിന് വേണ്ടിയിട്ട്, അതേപോലെ ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താവുന്ന പുണ്യം കിട്ടും. അപ്പോൾ അതും ഒരു അധിക ലാഭമാണ്. അപ്പോൾ രണ്ടും കിട്ടും. അതിനു വേണ്ടിയിട്ട് ഈ ഋഷ്യശൃംഗനെ കൊണ്ടുപോകും. അങ്ങനെ ഈ ദ്വിജമുഖ്യനിലൂടെ രാജാവ് തൻ്റെ ആഗ്രഹം സഫലമാക്കും. അമിത വിക്രമര്, ലോകവിഖ്യാതര്, വംശപ്രതിഷ്ഠാനകരന്മാരുമായിട്ടുള്ള 4 പുത്രന്മാർ പിറക്കും. ഇത് ഭാവി കാലമായിട്ട് പ്രവചിക്കുകയാണ്. അവരാണ് ഈ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ. അല്ലയോ പുരുഷശാർദൂല, സൈന്യത്തോടും വാഹനങ്ങളോടും കൂടിയും സ്വയം ചെന്ന് അദ്ദേഹത്തെ ആനയിച്ചാലും, എന്നുവെച്ചാൽ അത് രാജകീയമായിട്ടുള്ള സ്വീകരണമാണ്. സൈന്യത്തോട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ ആ സ്വീകരണത്തിന് പ്രാധാന്യം കൂടും. ബ്രാഹ്മണന്മാർ, കന്യകമാർ, അങ്ങനെ ചില കുറച്ചധികം നിയമങ്ങളുണ്ട്. പൂർണ്ണകലശം അങ്ങനെയൊക്കെ. അതേപോലെ കൊട്ടപ്പാട്ട്, വാദ്യം, സ്തുതികൾ, കുരവ, സ്ത്രീകൾ, കന്യക, ഇതൊക്കെ അകമ്പടി പലതും വേണം. അതാണ്. അങ്ങനെ ഈ സുമന്ത്രൻ്റെ ഈ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് വളരെയധികം സന്തോഷിച്ചു. വസിഷ്ഠ മഹർഷിയെ സൂതവാക്യം അറിയിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് രാജ്ഞിമാരെയും കൂട്ടി, 3 റാണിമാരാണ്, കൗസല്യ, സുമിത്ര, കൈകേയി, അവരെ കൂട്ടിക്കൊണ്ട് മന്ത്രിമാരെയും സൈന്യാധിപനും എല്ലാവരും കൂടിയിട്ട് ഈ യാത്രയായി. വനങ്ങൾ, നദികൾ, ഇങ്ങനെ ഓരോന്നായിട്ട് പിന്നിട്ട് ഇങ്ങനെ കടന്നുപോയിട്ട് ഈ ഋഷ്യശൃംഗൻ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ രോമപാത സമീപം അഗ്നി പോലെ തേജസ്വിയായിട്ട് വസിക്കുന്നതായിട്ടുള്ള വിഭാണ്ഡകപുത്രനായിട്ടുള്ള ഈ ഋഷ്യശൃംഗ മഹർഷിയെ കണ്ടു. രോമപാത രാജാവ് യഥായോഗ്യം ആഗതരെ പൂജിച്ചു, സ്വീകരിച്ചു, സൽക്കരിച്ചു. ആ രോമപാതൻ ദശരഥനുമായിട്ട് തനിക്കുള്ള മൈത്രിയെ പറ്റിയിട്ടും ബന്ധുത്വത്തെ പറ്റിയിട്ടും, ഈ ഋഷ്യശൃംഗൻ്റെ ഭാര്യയായിട്ടുള്ള ശാന്തയുടെ അച്ഛൻ ദശരഥനാണ്, അത് തൻ്റെ ദത്തുപുത്രിയാണ്, ഇങ്ങനെയല്ല കണക്കാക്കിക്കൊണ്ട് തന്നെ ആ മഹർഷിയോട് പറഞ്ഞു. ഋഷ്യശൃംഗൻ ദശരഥനെ വന്ദിച്ച് ആദരിച്ചു. അവിടെ മറ്റേ വസിഷ്ഠനുണ്ട്, അതേപോലെ ദശരഥനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇങ്ങനെ ഒരാഴ്ച അവിടെ താമസിച്ച് രാജാവ്, ദശരഥ രാജാവ് രോമപാദനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകളായുള്ള ഈ ശാന്തയുടെ ഭർത്താവിനോടൊപ്പം എൻ്റെ നഗരത്തിലേക്ക് വരണം, എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം. അവിടെ ചില മഹാ ഉദ്യമങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ യാഗാദി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് സന്തതി ഉണ്ടാവണം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് സമ്മതിച്ചു. അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു, പത്നിയോട് കൂടിയിട്ട് പോയാലും അവിടെ ഋഷിയെ യാത്രയാക്കുകയാണ്, മകളുടെ ഭർത്താവിനെ, വളർത്തുപുത്രിയുടെ മകളുടെ ഭർത്താവിനെ എന്ന് സാരം. അതെ, അങ്ങനെ അങ്ങ് ചെല്ലു, കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കൂ എന്ന് പറഞ്ഞു. ഋഷിപുത്രൻ രാജാവിനോട് കൂടിയിട്ട് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ ശ്വശുരനായിട്ടുള്ള രാജാവിൻ്റെ അനുജ്ഞയോട് കൂടിയിട്ട് സപത്നീകനായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം അന്യോന്യം ആലിംഗനാദി ചെയ്ത് ദശരഥനും രോമപാദനും സന്തോഷത്തോടു കൂടിയിട്ട് അവിടുന്ന് യാത്രയാവുകയാണ്. ദശരഥൻ സുഹൃത്തിനോട് വിട പറഞ്ഞിട്ട് അവിടെ ദൂതന്മാരെയൊക്കെ മുന്നേ കൂട്ടി അയോധ്യയിൽ എത്തിച്ചു. എന്നിട്ട് ഈ ഒരുക്കങ്ങൾ, സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പൗരന്മാർക്ക് പല നിർദ്ദേശങ്ങളും അവരിലൂടെ എത്തിച്ചു. ഉടനെ തന്നെ നഗരമൊക്കെ നന്നായിട്ട് അലങ്കരിക്കണം, അടിച്ചൂരുക, വൃത്തിയാക്കുക, മെഴുകുക, ചാണകം മെഴുകുക, അതേപോലെ ഈ പ്രാണിവർഗ്ഗങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധൂപക്കൂട്ട് അത് പുകയ്ക്കുക,
അതേപോലെ പതാകകൾ, അലങ്കാരങ്ങൾ, കുരുത്തോല, പൂക്കൾ, ഇങ്ങനെ എന്തൊക്കെയാണോ ഈ അലങ്കാരങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതൊക്കെ തൂക്കിയിടുക. രാജാവ് എത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ അത്യാഹ്ലാദത്തോടു കൂടിയിട്ട് എല്ലാ ജനങ്ങളും ഒരേപോലെ ഈ രാജാവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു. ഋഷ്യശൃംഖനെ സ്വീകരിക്കുക എന്നതും കൂടി അതിൽ ലക്ഷ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആ രാജാവ് ഈ ആജ്ഞ കൊടുത്തത് വേണ്ട വിധത്തിൽ ഈ ജനങ്ങൾ ചെയ്തു എന്ന് പറയാം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പരിധിയിലേക്ക് കിടക്കുകയാണ്, രാജ്യത്തിൻ്റെ പരിധിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ശംഖ, ദുന്ദുഭി, പെരുമ്പറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് സ്വീകരണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ശബ്ദങ്ങളാണോ വേണ്ടത് അത് ഇഷ്ടത്തോടു കൂടിയിട്ട് കേൾക്കാൻ സാധിക്കും. അങ്ങനെയാണ്. അതേപോലെ ഈ ദേവേന്ദ്രനെ സേവിച്ചതാണ് രാജാവ്. അപ്പോൾ ദശരഥന് അത്രയും പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള ആ രാജാവ് ഈ ഋഷ്യശൃംഖനോട് കൂടിയിട്ടാണ് വരണത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്ര ചോദിച്ചാൽ നിശ്ചയില്ല. അത്രയും കൂടുതൽ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഇവരെ സ്വീകരിക്കുന്നത്. ആ പൗരന്മാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു എന്നാണ്. അത് സ്വർഗത്തിലേക്ക് ഈ ഇന്ദ്രൻ വാമനനെ കൂട്ടി വരുന്നത് പോലെ എന്ന് ഉപമ. അതൊരു വല്ലാത്ത ഉപമയാണ്. പ്രവേശ്യമാനം സൽകൃത്യ നരേന്ദ്രേണേന്ദ്രകർമ്മണ യഥാദിവി സുരേന്ദ്രേണ സഹസ്രാക്ഷേണ കാശ്യപം. ഈ വാമനാവതാരത്തിലെ കഥ വളരെ പ്രസിദ്ധമാണല്ലോ. മഹാബലിയെ സുതലത്തിലേക്കാക്കിയിട്ട് ആ യാഗാദികളെല്ലാം ഒഴിപ്പിച്ച് വാമനനും ഇന്ദ്രനും കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. അത്രയും സന്തുഷ്ടരായിട്ടാണ് അത് നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. അതേപോലെയാണ് ഇവിടെ ഈ ഋഷ്യശൃംഖനെയും ദശരഥനെയൊക്കെ സ്വീകരിക്കുന്നത് എന്ന് പറയുകയാണ്. ഏതായാലും അങ്ങനെ സ്വീകരിച്ചു. മഹാബ്രാഹ്മണനെ അന്തഃപുരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ശാസ്ത്രവിധി പ്രകാരം പൂജകളൊക്കെ ചെയ്തു. രാജാവ് വളരെയധികം ഞാൻ ഇതൊക്കെ ചെയ്തുവല്ലോ എന്നുള്ളൊരു സംതൃപ്തി ദശരഥ രാജാവിനുണ്ടായി. അങ്ങനെ ശാന്ത ഈ ഭർത്താവിനൊപ്പം വിശാലാക്ഷിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ശാന്തയെ വരുന്നത് കണ്ടപ്പോൾ രാജ്ഞിമാരും വളരെയധികം സന്തോഷിച്ചു. കാരണം അവരുടെ മനസ്സിലുള്ള സന്തോഷം അത് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. അതാണ്. ശാന്തയ്ക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ അവരാൽ പൂജിക്കപ്പെട്ടവളായിട്ട് കുറച്ചു കാലം ഭർത്താവിനോട് കൂടിയിട്ട് അവിടെ സുഖമായിട്ട് വസിച്ചു. അതിനുശേഷം 12ാമത്തെ സർഗത്തിൽ പറയുകയാണ്, കുറേ അധികം നാളിങ്ങനെ താമസിച്ചതിന് ശേഷം അപ്പോൾ അതിനൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ വരണം. അതേപോലെ തന്നെ മുഹൂർത്തം വരണം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഋതു നന്നാവണം. അപ്പോൾ വസന്തം ആണ് ഋതുക്കളിൽ ഭഗവാൻ എന്ന് പറയാറില്ല. അപ്പോൾ വസന്ത ഋതുവിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വസന്ത ഋതു വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് തീരുമാനിച്ചു യജ്ഞം ഇപ്പോൾ നടത്താം എന്ന്. അങ്ങനെ കുലത്തിൻ്റെ നിലനിൽപ്പിനുള്ള സന്താനം കിട്ടാൻ വേണ്ടിയിട്ട് യജ്ഞത്തിനായിട്ട് ദേവതുല്യനായിട്ടുള്ള ആ മഹാഋഷിയെ, ബ്രാഹ്മണനെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ചില കടമകളൊക്കെ ചെയ്യാണ്ട് അതെല്ലാം ചെയ്ത് ആചാര്യഭരണം ചെയ്തു. ആവശ്യത്തെ പറയുകയും ചെയ്തു. അങ്ങനെ ആവട്ടെ എന്ന് ഋഷ്യശൃംഖൻ ദശരഥ രാജാവിനോട് പറഞ്ഞു. എന്നാൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തോളൂ. ലിസ്റ്റ് കൊടുക്കുക. അതേപോലെ ഈ കുതിരയെ പ്രഖ്യാപിക്കുക. കുതിരയെ പിന്നെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കുക. 400 സൈന്യങ്ങൾ കൂടെ വേണമെന്നൊക്കെയാണ്. അനുധാവനം ചെയ്യണം. അങ്ങനെയാണ്. എന്തായാലും അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സരയൂ നദിയുടെ വടക്കേ തീരത്ത് കൂടി ഈ യജ്ഞഭൂമി, അവിടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് യാഗം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കിക്കൊള്ളൂ എന്നെല്ലാം പറഞ്ഞു. രാജാവ് അത് സുമന്ത്രനോട് പ്രത്യേക നിർദ്ദേശമൊക്കെ കൊടുത്തു. സുമന്ത്ര, വേഗം തന്നെ ഈ വേദപാരകരായിട്ടുള്ള ബ്രാഹ്മണരെയും ബ്രഹ്മവാദികളായിട്ടുള്ള സുയജ്ഞൻ, വാമദേവൻ, ജാബാലി, കാശ്യപൻ, ഇങ്ങനെ ബ്രഹ്മവാദികളായിട്ടുള്ള കുലപുരോഹിതന്മാരായിട്ടുള്ള വസിഷ്ഠ ഋഷികളെയും അതേപോലെ ഈ എല്ലാ മഹാഗുരുക്കന്മാർക്കും ശിഷ്യന്മാർ ധാരാളമുണ്ട്. അപ്പോൾ അവരെയും കൂടി എന്നുള്ള അർത്ഥത്തിലാണ് ഈ കശ്യപൻ്റെയും കാശ്യപൻ്റെയും എന്നെല്ലാം പറയാനുള്ള കാരണം. പിന്നെ മക്കളുണ്ടാവും, അങ്ങനല്ലേ. അവരെ എല്ലാവരെയും വരുത്തു എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം ഈ യാഗഭൂമി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്.
അങ്ങനെ വേദജ്ഞരായിട്ടുള്ളവരെല്ലാവരും കൂടിയിട്ട് ധർമാത്മാവായിട്ടുള്ള ഈ ദശരഥ രാജാവിനെ പൂജിച്ച് യുക്തവുമായിട്ടുള്ള വാക്കുകൾ മധുരമായിട്ട് പറഞ്ഞു. ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ നേടാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് ഈ പുത്രൻ ലഭിക്കാഞ്ഞാൽ അത് നടക്കില്ല എന്ന ആ ഒരു ധാരണയോട് കൂടിയിട്ട് അങ്ങേക്ക് പുത്രൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്കും സ്വസ്ഥതയില്ല എന്ന രീതിയിൽ, അതാണ് അത്രയും കൂടുതൽ എനിക്ക് എന്നുള്ള നിലയ്ക്ക് തന്നെ ഋഷ്യശൃംഗൻ ആ യാഗത്തെ ചെയ്തു. അതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ തൻ്റെ പ്രഭാവത്തെ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ആഗ്രഹങ്ങളെ നേടാൻ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ചെയ്യാം എന്നിപ്രകാരം പറയുകയാണ്. അങ്ങനെ ആചാര്യഭരണം ചെയ്യുമ്പോൾ ആചാര്യനും അതേപോലെ സമ്മതിക്കണം. അപ്പോൾ അതെല്ലാം സമ്മതിച്ചു. വളരെ നല്ലത് എന്ന് എല്ലാവരും തമ്മിൽ പറയുകയും ചെയ്തു. അങ്ങനെ വസിഷ്ഠ പ്രമുഖരായിട്ടുള്ള ഈ രാജാക്കന്മാർ, മഹാഋഷികൾ, അതേപോലെ രാജാക്കന്മാർ ഈ ദശരഥൻ്റെ വാക്കുകളെ കേട്ട് കഴിഞ്ഞപ്പോൾ എത്രയാണ് ഈ ഋഷ്യശൃംഗനെ ബഹുമാനിച്ചത് എന്ന് ചോദിച്ചാൽ അറിയില്ല, അത്രയും കൂടുതൽ. അപ്പോൾ ദശരഥ രാജാവിൻ്റെ ആവശ്യത്തെ നിറവേറ്റിക്കൊടുക്കാമെന്ന് ഋഷ്യശൃംഗൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അറിയാം അദ്ദേഹം വിചാരിച്ച കാര്യം നടക്കും. അതാണ്. അപ്പോൾ ഈ വസിഷ്ഠൻ നേരിട്ട് ഇന്ദ്രൻ്റെ ഗുരുവാണ്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ ഉപാസനയ്ക്ക്. അതാണ് ഋഷ്യശൃംഗൻ്റെ മേന്മ. അതുകൊണ്ടാണ് ഋഷ്യശൃംഗനെ മുൻനിർത്തിയിട്ട് ഈ യാഗം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. സംഭാരങ്ങളൊക്കെ ഒരുക്കിക്കോളൂ. ഇനി അശ്വമേധത്തിനുള്ള മേധാശ്വം എന്നാണ് പറയുക. ആ തുരകം അല്ലെങ്കിൽ ആ കുതിരയെ വിട്ടോളൂ, അങ്ങനെ തയ്യാറാക്കിയിട്ട് അലങ്കരിക്കാൻ പല കാര്യങ്ങളുണ്ട്. സരയു നദിയുടെ വടക്കേ ഭാഗത്ത് എത്തിച്ചോളൂ. അങ്ങനെ ശാസ്ത്രവിധികളനുസരിച്ച് മഹാരാജാവ് പത്നിമാരോട് കൂടിയിട്ട് യജ്ഞദീക്ഷ ചെയ്യട്ടെ എന്നെല്ലാം പറഞ്ഞു. പുത്രാർത്ഥമായിട്ട് ഈ ധാർമ്മിക ഭൂമി ഉണ്ടായ അങ്ങേക്ക് തീർച്ചയായിട്ടും അമിത വിക്രമന്മാരായിട്ട് 4 പുത്രന്മാരുണ്ടാവും എന്ന് യാഗം തുടങ്ങുന്നതിന് മുന്നേ ഋഷ്യശൃംഗ മഹാഋഷി രാജാവിനെ ആശ്വസിപ്പിച്ചുള്ള വരത്തെ കൊടുത്തു എന്നതാണ്. അപ്പോൾ ഈ നമുക്കറിയാം, നമ്മളൊക്കെ ഭാഗവതന്മാരാണ്. ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുക ബ്രഹ്മർഷി അനുഗ്രഹിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ സ്കന്ധത്തിൽ തുടക്കത്തിൽ തന്നെ പറയാണ്, അങ്ങേക്ക് 7 ദിവസം ആയുസ്സുണ്ട്. പാമ്പ് വന്ന് കടിക്കുന്നതിന് മുന്നേ അങ്ങയെ ഞാൻ മുക്തനാക്കിക്കോളാം. ഈ ഞാൻ പറയുന്നതായിട്ടുള്ള ഭാഗവതത്തെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ശ്രവണാൽ മുക്തിയാണ്. ഇങ്ങനെ ഉറപ്പ് ഗ്യാരണ്ടി പറഞ്ഞതിൻ്റെ ശേഷമാണ് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ന കൂട്ടത്തിൽ ഇവിടെ ഋഷ്യശൃംഗ മഹാഋഷി ദശരഥ മഹാരാജാവിനോട് പറയാണ്, അങ്ങയ്ക്ക് 4 പുത്രന്മാർ ഈശ്വര തുല്യന്മാരുണ്ടാവും. മഹാവിഷ്ണു തന്നെയാണ് പുത്രനായിട്ട് വരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അങ്ങയ്ക്ക് അതുണ്ടാവും. ഇങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് യജ്ഞത്തിനുള്ള ആരംഭത്തെ ചെയ്യുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ വേണം. അതാണ്. ഇങ്ങനെ ധർമ്മിഷ്ഠരായിട്ടുള്ള പുത്രന്മാരെ ഉണ്ടാവും എന്ന് ഋഷ്യശൃംഗൻ്റെ വാക്ക് കേട്ടപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷത്തോടെ മന്ത്രിമാരോട് പറഞ്ഞു, ഇത് എല്ലാവരെയും അറിയിച്ചോളൂ. ഗുരുവിൻ്റെ വാക്കനുസരിച്ച് അതിവേഗം തന്നെ സംഭാരങ്ങളെല്ലാം സ്വീകരിച്ചോളൂ. വസിഷ്ഠൻ്റെ നിർദ്ദേശം വേണം, അങ്ങനെയാണ്. അതെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മേധാശ്വത്തെ ഈ യോദ്ധാക്കളുടെ സംരക്ഷണത്തിൽ 400 പേരുണ്ട്. അവർ ഈ ഹോതാവിൻ്റെ സാന്നിധ്യത്തോടെ അഴിച്ചുവിടണം എന്നെല്ലാം നിർദ്ദേശിച്ചു. സരയുവിൻ്റെ ഈ വടക്കേ തീരത്തുകൂടെ യജ്ഞഭൂമി ഒരുക്കി യഥാവിധി ശാന്തി മംഗള കർമ്മങ്ങളെയൊക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഈ ഉത്തമമായിട്ടുള്ള ആ യാഗത്തിൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഏത് ചക്രവർത്തിയും ഇത് അനുഷ്ഠിക്കാനുള്ള യോഗ്യത നേടും. അപ്പോൾ അത് അർഹത എല്ലാവർക്കും ഉണ്ട്. പക്ഷേ യോഗ്യത കിട്ടണമെങ്കിൽ അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നിയമം പറയുകയാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂജാതി കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. ഈ പിതൃപ്രീതിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ശ്രാദ്ധാദി കാര്യങ്ങൾ ചെയ്യണം. ഗായത്രി ഉപാസന ചെയ്യണം. ഇതെല്ലാം നിയമങ്ങളാണ്. പക്ഷിമൃഗാദികൾക്ക് പശു പരിപാലനം ഇതെല്ലാം നമ്മൾ ചെയ്യണം. അവിടെ ബ്രാഹ്മണനായാലും അതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിധി. പക്ഷേ ചെയ്യേണ്ടതിന് ചില വിധികൾക്ക് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് അതിഥികൾക്കും സസ്യജാലങ്ങൾക്കും. ഇപ്പോൾ തുളസിക്കോ ആലിനോ ഇങ്ങനെയൊക്കെയാണ്, കൂവളത്തിനോ അങ്ങനെയുള്ള
നനയ്ക്കൽ പിടിക്കൽ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയല്ല, ചെയ്യും വേണം, എല്ലാവർക്കും വ്യത്യാസമുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ഛിദ്രം ഹി മൃഗയന്ത്യേതേ വിദ്വാംസോ ബ്രഹ്മരാക്ഷസ വിധിഹീനസ്യ യജ്ഞസ്യ സദ്യ കർത്താ വിനശ്യതി. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ശ്ലോകമാണ്. എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അറിയുന്നവരായിട്ടുള്ള വിജ്ഞാനത്തോടു കൂടി ജീവിച്ചവരായിട്ടുള്ള അവർക്ക് മുക്തി കിട്ടാതെ കണ്ട് ബ്രഹ്മരക്ഷസ് കേട്ടിട്ടുണ്ടാവും. ആ ബ്രഹ്മരക്ഷസുകൾ ഈ യാഗത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ പിഴവ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഛിദ്രം ഒരു പക്ഷേ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അത് വിധിയാവണ്ണമല്ലാതെ കണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കർത്താവിന് ഉടനടി നാശമാണ് ഫലം. ഇവിടെ ഇപ്പോൾ യജമാനായിട്ടുള്ള ഈ ദശരഥ രാജാവിനും അതേപോലെ യാഗമുഖ്യനായിട്ടുള്ള ഹോതാവ് അധ്വര്യോ എന്ന് എന്താ വെച്ചാൽ പറയാം, അങ്ങനെയുള്ള ഋഷ്യശൃംഖനും അത് ബാധിക്കും. അപ്പോൾ ഋഷ്യശൃംഖനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ബാധിക്കുകയില്ല. കാരണം അത്രയും കൂടുതൽ താതാത്മ്യം പ്രാപിച്ചാണ്. ദശരഥ മഹാരാജാവിന് ഇനി പുത്രനുണ്ടാകുന്നത് വിഷ്ണുവാണ്, ശ്രീരാമൻ. അപ്പോൾ അദ്ദേഹത്തിനും ഒരു കാരണവശാലും ഇത് സംഭവിക്കില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും ഈ തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഈ നമ്മൾ അനവധി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്ര ദർശനം, പലതും സമർപ്പണം, നമസ്കാരം, പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞിട്ടേ, ദാനം, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യണു. അതിലൊക്കെ ഈ പിഴവ് വന്നു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന നമ്മൾ സതുദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യണോ, സകാമരായിട്ട് ചെയ്യണോ, അത് ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല വിപരീത ഫലമായിട്ട് നമ്മളെ നശിപ്പിക്കുകയും കൂടെ ചെയ്യും. ഇപ്പം എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നശിക്കണം? ഇത് നമ്മുടെ പൂർവികരായിട്ടുള്ള പലരും ഏതൊക്കെയോ തരത്തിൽ പിതൃക്കൾ സന്തോഷിക്കാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ബ്രാഹ്മണരാകുമ്പോൾ ബ്രഹ്മരക്ഷസുകളായിട്ടാണ് വരിക. മുക്തി കിട്ടാത്തതായിട്ടുള്ളൊരു മാർഗമാണ്. ഇനി മറ്റൊന്നും കൂടി ഉണ്ട് അത്രേ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ ഭൂമിയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കണില്ല. അവരും ഉപാസന ചെയ്തുകൊണ്ടിരിക്കുക. പിതൃ പരമ്പര, ഈ പുത്ര പരമ്പരയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ബ്രഹ്മരക്ഷസ് എന്നും ഒരു ഒരു അഭിപ്രായമുണ്ട്. അപ്പം അത് വെറുതെ പറയാവില്ല. കാരണം ഇവരിത് സശ്രദ്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മിക്കവാറും ബ്രഹ്മരക്ഷസുകളൊക്കെ ഏതെങ്കിലും അമ്പലത്തിൽ കുടിയിരുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനത്തെ കൽപ്പിച്ചിട്ടുണ്ടാവും. ആ പറമ്പോ ഭൂമിയോ ഒക്കെ വേറെ വല്ലവരുടെയും കയ്യിലാവും. അവർക്ക് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പ്രത്യേകമായിട്ടൊരു സ്ഥാനം കൽപ്പിച്ച് അവിടെ ഒരു പീഠോ അല്ലെങ്കിൽ ഒരു തറയോ ഒക്കെ കെട്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രീകോവിലായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ ഉപദ്രവങ്ങൾ എന്ത് ചെയ്താലും ഫലിക്കില്ല. ഫലിക്കാതിരിക്കാനുള്ള കാരണം ഇവരുടെ ഈ സേവ അവർക്ക് വേണ്ടത് ചെയ്തു തീർക്കാവുകയും നമ്മൾ ചെയ്യുമ്പോഴുള്ള ശുദ്ധി കുറവ്, അത് വലിയ പ്രശ്നമാണ്. ലക്ഷ്യശുദ്ധി പിഴക്കരുത്, ദ്രവ്യശുദ്ധി പിഴക്കരുത്. നമ്മുടെ ഈ ദേഹശുദ്ധി, മനഃശുദ്ധി അത് പിഴക്കരുത്. അതേപോലെ സ്ഥലകാല ശുദ്ധികൾ പിഴക്കരുത്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതിൽ കാലം കൂടി ശുദ്ധമാണെങ്കിൽ വളരെ ഉത്തമം. അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കണം. നമുക്കിതൊന്നും അറിയില്ല. നമ്മളെന്താ ചെയ്യുക? സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് പലതും ഞാൻ ഇപ്പോൾ രാവിലെയാണ് ചെയ്യണത്, അപ്പോൾ കാലം ശരിയാണ് എന്ന് വിചാരിക്കുകയാണ്. കുളിച്ച് വന്ന് ശുദ്ധമായിട്ടാണ്, അപ്പോൾ ഞാൻ എൻ്റെ ദേഹം ശുദ്ധമാണ്, പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ട് അത് നടത്തണേ എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്, അതിൽ തെറ്റൊന്നുമില്ല എന്ന് നമ്മൾ സ്വയമേവ നിശ്ചയിക്കും. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിലൊക്കെ സമ്പാദ്യം ശുദ്ധമല്ലെങ്കിൽ ആ ധനം ശുദ്ധമല്ല. ദ്രവ്യങ്ങൾ, പൂവായാലും ശരി, അരിയായാലും ശരി, ഇതൊക്കെ എണ്ണ ഇല്ലേ, എന്തെല്ലാം നമ്മൾ സമർപ്പിക്കണം, അതെല്ലാം ശുദ്ധമല്ലെങ്കിൽ അതിനൊക്കെ വിപരീത ഫല. നമുക്കറിയോ ഇതൊക്കെ? നമ്മൾ ശുദ്ധമാണോ നമ്മളെങ്ങനെയാണ് അറിയില്ല. അപ്പോൾ ഈ സമർപ്പണ ബുദ്ധി അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഈ ബ്രഹ്മരക്ഷസുകൾ. നമ്മൾ ജാതിയിലെ ശൂദ്രനായിക്കോട്ടെ, പക്ഷേ ബ്രഹ്മരക്ഷസുകൾ ഇതൊക്കെ ശ്രദ്ധിക്കും.
നമ്മൾ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ അവരുടേതായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവരുടെ അവരുടെ പറമ്പായിരിക്കും. നമ്മൾ അതിലാവും താമസിക്കുന്നുണ്ടാവുക. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാ, അതുകൊണ്ട് കാര്യമില്ല. പറമ്പ് അവരുടെയാ. ദേവൻ്റെയോ ബ്രാഹ്മണൻ്റെയോ ആവും. അതല്ല എന്ന് ഈ മറ്റേ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ സത്യം തന്നെയാണ്. അത് കൊടുക്കേണ്ടത് കൊടുക്കാതെ കണ്ട്, ബ്രാഹ്മണന് ദാനം ചെയ്യാതെ കണ്ടെന്ന് പ്രത്യേകിച്ചുണ്ട്. ബ്രാഹ്മണന് ദാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ബ്രാഹ്മണന് എത്ര അങ്ങനെ വസൂലാക്കും അതാ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ തന്നെയാണ്. അതിന് കൊടുക്കേണ്ട മൂല്യത്തെ ഇങ്ങനെ പല രീതിയിലാണ്. എത്ര കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമേ നോക്കാറുള്ളൂ. ഇത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കാര്യം നടക്കുന്നത് എന്നുള്ളത് അറിയില്ല. പിന്നെ ആ ബ്രാഹ്മണന്മാർ ചെയ്യുന്ന പ്രവൃത്തി അതേപോലെ പഠിച്ച് അത് രണ്ടാമത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരെയാവുന്ന വിചാരം. അതും ഞെരുക്കാം. അതിന് ചില വിധി നിഷേധങ്ങളുണ്ട്. അത് എളുപ്പമല്ല. കാര്യങ്ങളൊക്കെ സ്വതവേ പുറമേ കാണുമ്പോൾ ഒക്കെ ഒരുപോലെയാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് എളുപ്പമല്ല. കാരണം അതൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം കിട്ടാൻ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ചിലവർ വിപരീതമായിട്ട് ചെയ്യണത്? രാക്ഷസന്മാരാണ് ബ്രാഹ്മണരായിട്ട് വരിക. അപ്പോൾ അവർ കുറേശ്ശെ മദ്യസേവയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കലികാലത്തിൽ പ്രത്യേകിച്ചും. അത് അവരുടെ പൂർവം ഈ രാക്ഷസ പ്രവൃത്തിയാണ്. അപ്പോൾ അവർ നേരെയല്ല. അത് വിചാരിച്ചിട്ട് എല്ലാ ബ്രാഹ്മണരെയും അതേപോലെ കുറ്റപ്പെടുത്തരുത്. അപ്പോൾ അത് വളരെയധികം മനസ്സിരുത്തണം. അല്ലെങ്കിൽ ഇതൊക്കെ വിപരീതമായിട്ടാണ് വരിക എന്ന് സാരം. ഛിദ്രം ഹി മൃഗയന്ത്യേ വിദ്വാംസോ ബ്രഹ്മരക്ഷസ വിധിഹീനസ്യ യജ്ഞസ്യ സദ്യ കർത്താവിനശ്യതി. അപ്പം അത് വിധിഹീനം ആയിട്ടുള്ള വേദം വിധിച്ച പ്രകാരത്തിലല്ല കർമ്മം ചെയ്യുന്നത് എങ്കിൽ ഈ കർമ്മം ചെയ്യുന്നയാൾ നശിക്കും. അതാണ്. അപ്പം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മരക്ഷസുകളുള്ളത്. നമ്മുടെ വീട്ടിൽ ബ്രഹ്മരക്ഷസൊന്നുമില്ല എന്ന് പറയണവരുണ്ട്. ബ്രഹ്മരക്ഷസിൻ്റെ ഈ പരിധി ആ ഒരു അമ്പലത്തിൻ്റെ ഒരു തറയിലല്ല. അത് വളരെ ബൃഹത്താണ്. അതില്ലാത്തതായിട്ടുള്ളൊരു ഭൂമി തന്നെ ഉണ്ടോ നിശ്ചയില്ല. പ്രമാണമില്ല എന്ന് പറ്റുള്ളൂ. നമ്മളത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതങ്ങനെയാണ്. അതിൻ്റെ ഒരു വിധി അങ്ങനെയാണ്. അത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു കുലത്തിൽ പിറന്ന അവരുടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ല. അതൊരു ടോട്ടലാണ്. ബ്രാഹ്മണ്യത്തെ നിലനിർത്തിയതായിട്ടുള്ള പൂർവികർക്ക് അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഭണ്ഡാരത്തിലിടുമ്പോൾ നമ്മൾ ദേവന് എന്നുള്ളതും ഇതാ ഈ ബ്രാഹ്മണർക്ക് പണ്ട് ജീവിച്ചതായിരുന്ന ഈ ബ്രാഹ്മണരുടെ തൃപ്തിക്ക് പലരും മുക്തരായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വിഷയമില്ല. അല്ലാത്തവർക്ക് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭണ്ഡാരത്തിൽ ആദ്യം ഇട്ടോളൂ. ദേവാലയത്തിലിട്ടാൽ മതി. അതല്ലെങ്കിൽ ബ്രാഹ്മണന് ദാനം ചെയ്താൽ മതി. ബ്രാഹ്മണൻ വാങ്ങാൻ കൂട്ടാക്കില്ല, അത് വേറെ വിഷയം. അറിഞ്ഞും കൊണ്ട് അച്ഛൻ ഒരു ബ്രാഹ്മണൻ അത് വാങ്ങില്ല. അറിയാത്ത ആൾക്കാർ വാങ്ങും. അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് വളരെ രാമായണത്തിലെ ശ്ലോകങ്ങളാണ്. അതാണ്. അതുകൊണ്ട് ഈ യജ്ഞം വിധിപൂർവം ചെയ്യണമെന്ന് വസിഷ്ഠൻ ദശരഥ രാജാവിനോട് പറയാണ്. അത് ബാക്കിയുള്ളവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഋഷ്യശൃംഖനത് അറിയാനിട്ടല്ല. അതറിയും, അദ്ദേഹത്തിന് അത് ബാധിക്കില്ല. കാരണം താതാത്മ്യം വന്നിരിക്കണം. അതാണ്. അപ്പം അതുകൊണ്ട് അത് വിധിപൂർവമായി തന്നെ ചെയ്യണം. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യണം. ഈ രാജാവ് പാർത്ഥിവേന്ദ്രൻ എന്നാണ് ദശരഥനെ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള പാർത്ഥിവേന്ദ്രൻ ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് ആജ്ഞയായിട്ട് സ്വീകരിച്ചു. മന്ത്രിമാർ ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. ബ്രാഹ്മണർ ധർമ്മജ്ഞനായിട്ട് രാജാവിനെ പ്രശംസിച്ചു. പിന്നെ ഈ രാജാവ് പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും അതാത് പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അതേപോലെ ബ്രാഹ്മണരെ മന്ത്രിമാരെ ഒക്കെ യാത്രയാക്കിയതിന് ശേഷം രാജാവ് അന്തഃപുരത്തിൽ പ്രവേശിച്ചു. പിന്നെ 13-ാം സർഗം തൊട്ട് പറയാണ്. പിന്നത്തെ ആ ഒരു വസന്തം അങ്ങോട്ട് വന്നു. ആ സമയത്തേക്ക് ഒരു വർഷം തികയാണ്. അപ്പോൾ അതൊരു ദീക്ഷയാണ്. ഒരു യാഗം ചെയ്യണമെങ്കിൽ ഒരു വർഷത്തെ ദീക്ഷ വേണത്രേ. ഒരു വസന്തം മുതൽ അടുത്ത വസന്തം വരെ ദീക്ഷ എടുത്തിട്ടാണ് 11 മാസത്തെ ദീക്ഷ കഴിഞ്ഞ് പിന്നെ ഇത് തുടങ്ങുകയാണ്. വീണ്ടും 2 മാസമാണ് ഒരു ഋതു. 6 ഋതുക്കളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആ 2 മാസത്തെ ഈ ദീക്ഷ 11 മാസത്തെ ദീക്ഷ കഴിഞ്ഞിട്ട് 12 മാസം ആകും അപ്പോഴേക്ക്. അങ്ങനെയാണ് ഇത് യാഗം ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. വീരവാനായിട്ടുള്ള രാജാവ് പുത്രാർത്ഥമായിട്ടുള്ള അശ്വമേധ യാഗത്തിന് തുടക്കം കുറിച്ചു. വസിഷ്ഠനെ യഥാവിധി അഭിവാദ്യം ചെയ്ത്, അത് കുലഗുരു ആണ്. അപ്പോൾ അതുകൊണ്ട് അഭിവാദ്യം ചെയ്ത് അനുവാദം വാങ്ങി പൂജിച്ച്
ബ്രാഹ്മണരോട് പുത്രാർത്ഥമായിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അല്ലയോ ബ്രാഹ്മണ, ബ്രഹ്മസത്തമ, ബ്രഹ്മൻ, എൻ്റെ ഉദ്ദിഷ്ടമായിട്ടുള്ള ഈ കാര്യം അത് നടത്താൻ വേണ്ടിയിട്ട് യജ്ഞം ആരംഭിച്ചു കൊള്ളട്ടെ. അല്ലയോ മുനിപുങ്കവ, യഥാവിധി ഇത് നിർവിഘ്നം ചെയ്യാനായിട്ട് എല്ലാ യജ്ഞ അംഗങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു കുലഗുരുവിനോട്. ഇതിപ്പോൾ എല്ലാം തുടങ്ങിയിട്ടും കാലം കുറയും, പക്ഷെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഓരോന്ന് തുടങ്ങുമ്പോഴും ഈ അനുവാദം വാങ്ങണം. ഓക്കെ, ഇന്നലെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനൊന്ന് ആദ്യം പറയാനുള്ള അങ്ങനെ ചിന്തിക്കരുതെന്നർത്ഥം. സ്നേഹസമ്പന്നനായിട്ടുള്ള അങ്ങ് എനിക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, അതേപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള ഈ മൈത്രി സുഹൃത് ബന്ധം അത് പരമ മഹാഗുരുവായിട്ട് കുലഗുരുവായിട്ട് അനവധി കാലമായിരുന്നു ഈ വസിഷ്ഠൻ ഇവിടെ എത്തിയിട്ടേ. ഈ യജ്ഞത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമതലയും അങ്ങ് തന്നെ വഹിക്കണം. എനിക്കറിയില്ല, രാജാവിനെല്ലാം അറിയാം, പക്ഷെ എന്നാലും അത് നടത്താനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ അർഹത അത് വസിഷ്ഠനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കൊള്ളാം എന്ന് ഏറ്റു. അങ്ങ് ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ നിർവഹിച്ചോളാം. അദ്ദേഹം യജ്ഞകർമ്മങ്ങളിൽ നിശ്ചിതരായിട്ടുള്ള എല്ലാ വൃദ്ധന്മാരായിട്ടുള്ള ഈ ബ്രാഹ്മണരോട്, അതേപോലെ സ്ഥാപത്യം, ഈ യാഗശാല ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പോൾ ശില്പികൾ ധാരാളമായിട്ട് വേണം, ഹോമകുണ്ടം വേണം, അങ്ങനെ പലതും ഉണ്ടല്ലോ. അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ നേരത്തെ ആജ്ഞാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറാണ്. പരമ ധാർമ്മികരായിട്ടുള്ള ആ വൃദ്ധജനങ്ങളോടും അതേപോലെ യജ്ഞകർമ്മ അനുഷ്ഠാനത്തിൽ സേവകന്മാരായിട്ട് തയ്യാറായിട്ട് വളണ്ടിയേഴ്സായിട്ട് അതേപോലെ തന്നെ പ്രവൃത്തി ചെയ്യുക രണ്ടുമുണ്ട്. രണ്ട് തലാണ്. അത് രണ്ടും ചെയ്യാനുള്ള ആളുകളായിട്ട് പിന്നെ ശില്പികൾ, പിന്നെ ചില ഖനന പ്രവർത്തികളൊക്കെ വേണം. ഹോമകുണ്ടം ഉണ്ടാക്കണം വെച്ചാൽ അവിടെ കുഴി കുഴിക്കണം, അതേപോലെ അങ്ങനെ പലതുമുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തികൾ, അതേപോലെ ഗണകന്മാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാരൊക്കെ വേണം. പിന്നെ ശില്പികൾ, മറ്റേ നടനർത്തകന്മാർ, പിന്നെ ബഹു ശാസ്ത്രം, ശ്രുതി, വേദം ഒക്കെ അറിവുള്ളവർ, മഹാശാസ്ത്രജ്ഞന്മാർ, പിന്നെ അതിവിശുദ്ധന്മാരായിട്ടുള്ള നിർമ്മലചിത്തന്മാർ. അപ്പോൾ ഇതിൽ ബ്രാഹ്മണരുണ്ടാവും, എല്ലാവരും പെട്ടുണ്ടാവും. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എല്ലാവരും ഉണ്ടാവും. ഇവർ എല്ലാവരും രാജാവിൻ്റെ ഈ ആജ്ഞ അനുസരിച്ച് അവരവരുടെ ഈ ചുമതലകൾ മുഴുവൻ ഏറ്റെടുക്കണം എന്ന് അവിടെ വസിഷ്ഠൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഇനി അത് മന്ത്രി എല്ലാവരോടുമായിട്ട് പറയും, സൈന്യാധിപൻ പറയും. അങ്ങനെ അതിൻ്റെ ഒരു നിയമമുണ്ട്, അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അതിനനുസരിച്ച് പറയും. അങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. പിന്നെ ഇതിന് വേണ്ടതായിട്ടുള്ള ആയിരക്കണക്കിന് ഇഷ്ടികകൾ അത് വേഗം തന്നെ എത്തിച്ചോളൂ എന്ന് പറയുകയാണ്. അതിൻ്റെ ചില ആൾക്കാരുടെ ചുമതലപ്പെടുത്തലൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അത് ആ സമയത്ത് ഇഷ്ടിക കൊണ്ടുവന്നോളൂ. അതേപോലെ മഹാരാജാവിൻ്റെ ചില അവസ്ഥകളുണ്ട്. ചക്രവർത്തിക്ക് ഒരവസ്ഥയാണ്, രാജാവിനൊരവസ്ഥയാണ്, ഈ നാട്ടുരാജാവിന് വേറൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ചക്രവർത്തിയാണ്. ആ രീതിക്ക് ആ അവസ്ഥയ്ക്കനുസരിച്ച് സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ട് കോവിലകങ്ങൾ, ബ്രാഹ്മണവാസ ഗേഹങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഭക്ഷ്യ അന്നപാനാദികൾ എല്ലാവിധത്തിലുള്ളതും വളരെ സമൃദ്ധമാവണം. ഇപ്പോൾ ഇവിടെ പറയാണ്, ദാതവ്യമന്നം വിധിവൽ സൽകൃത്യ നതു ലീലയാ സർവേ വർണ്ണ യഥാ പൂജ്യം പ്രാപ്നുവന്തി സുസൽകൃതാഹ. അടുത്ത ഒരു നിയമമാണ് ഇവിടെ. ഭക്ഷണത്തിന് അന്നം, ജലം, ആഹാരവും വെള്ളവും അത് ധാരാളമായിട്ട് കൊടുക്കണം. സമൃദ്ധി ഉണ്ടാവണമെന്ന് മാത്രമല്ല, ഇവർക്ക് അത് സ്വീകരിക്കാനുള്ള താമസ സൗകര്യത്തിനുള്ള സ്ഥലം, വീട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണം. ദൂരത്ത് നിന്നല്ലേ വരിക. അപ്പോൾ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആനപ്പന്തി, കുതിരപ്പന്തി അതൊക്കെ വേണം. അതേപോലെ മറ്റേ ശയ്യാഗൃഹങ്ങൾ, പിന്നെ അവരുടെ ആശ്രിതന്മാർക്ക് വസിക്കാനുള്ള സ്ഥലങ്ങൾ, ഭൃത്യന്മാരൊക്കെ ഉണ്ടാവും. അതേപോലെ ഭടന്മാർ, സൈന്യസമേത പലരും വരും, അപ്പോൾ അവർക്ക് പാർക്കാനുള്ള സ്ഥലം. അതേപോലെ ഈ ഇപ്പോൾ ആണ് ഉണ്ടാക്കണം വെച്ചാൽ, ഇപ്പോൾ ആണ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണം വെച്ചാൽ അതിനുള്ള സാധനങ്ങളൊക്കെ മുന്നേ കൂട്ടി ഒരുക്കി വെച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതെല്ലാം മുന്നേ കൂട്ടി തന്നെ ഒരുക്കി വെക്കണം. എല്ലാം സംഭരിച്ച് വെച്ചതിന് ശേഷം കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ അത് ഏറ്റവും മികച്ചതായിരിക്കണം, ശുദ്ധമായിരിക്കണം, ധാരാളം ഉണ്ടാവും വേണം. അന്നം ദാനം ചെയ്യുന്നത് വിധിയാം വണ്ണമായിരിക്കണം. അതാണ് നിയമം. ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് കാണരുത്.
എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ടവർക്കും അന്നദാനം കൊടുക്കണം. ദാതവ്യം അന്നം വിധിവത് സത്കൃത്യ നതു ലീലയ. സൽകൃത്യമായിട്ട് വേണം അന്നദാനത്തെ ചെയ്യാൻ, അത് കളിയായിട്ട് ചെയ്യരുത്. സർവേ വർണ്ണ യഥാപൂജ. എല്ലാ വർണ്ണങ്ങൾക്കും, ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ചണ്ടാള തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും, അതേപോലെ പക്ഷിമൃഗാദികൾക്കും ഒക്കെ കൊടുക്കേണ്ട അന്നത്തിന് വ്യത്യാസമുണ്ട്. കൊടുക്കേണ്ടത് എന്തോ അത് കൊടുക്കുക തന്നെ വേണം. മർത്യന്മാർക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയുള്ള ആഹാരം, മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് വേറെ, സസ്യജാലങ്ങൾക്ക് കൊടുക്കുന്നത് വേറെ. അതേപോലെ മനുഷ്യരാണെങ്കിലും ബ്രാഹ്മണർക്ക് വേറെയാണ്, ക്ഷത്രിയർക്ക് വേറെയാണ്, ശൂദ്രർക്ക് വേറെയാണ്. കഠിനമായിട്ട് അധ്വാനിക്കുന്നവർക്കും അത്ര കായികമായിട്ട് അധ്വാനിക്കാത്തതായിട്ടുള്ള ബ്രാഹ്മണർക്കും തമ്മിലുള്ള ആഹാരം വ്യത്യാസമുണ്ട്. ഒന്ന് കുറച്ചേ വേണ്ടൂ, മറ്റത് കൂടുതൽ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ കഠിനമായിട്ടുള്ള ആഹാരവും ഈ ലഘുവായിട്ടുള്ള ആഹാരം തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാം ശുദ്ധമാവണം, സമൃദ്ധമാവണം. അത് വളരെ പൂജയോട് കൂടിയിട്ട് കൊടുക്കണം എന്ന് സാരം. കളിയായിട്ട് കൊടുക്കരുത്. എല്ലാ വർണ്ണങ്ങൾക്കും വേണ്ടപ്പെട്ടതൊക്കെ കൊടുക്കണം. അപ്പോൾ ദാതവ്യമന്നം വിധിവൽ സൽകൃത്യ നതു ലീലയ. സർവേ വർണ്ണ യഥാ പൂജാം പ്രാപ്നുവന്തി സുസൽകൃതാഃ. അതേപോലെ തന്നെ ന ചാവാജ്ഞ പ്രയോക്തവ്യ കാമക്രോധവശാദപി യജ്ഞകർമ്മസു യേ വ്യഗ്രാ പുരുഷ ശില്പിനസ്തഥാ. അടുത്ത നിയമം എന്താ? അവജ്ഞയോട് കൂടിയിട്ട് ഒരു കർമ്മവും ചെയ്യരുത്. പ്രത്യേകിച്ച് അന്നദാനാദികൾ, ദാനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാമക്രോധത്തോടു കൂടിയിട്ട് ഒരിക്കലും ചെയ്യരുത്. ആഗ്രഹിച്ചു കൊണ്ട് ദാനം ചെയ്യരുത്, ക്രോധത്തോടു കൂടിയിട്ട് ദാനം ചെയ്യരുത്. യജ്ഞത്തോടുള്ള ഈ അനുബന്ധ പ്രവൃത്തിയായിട്ട് ഇതിനെ കാണുമ്പോൾ അതിൽ എത്രത്തോളം മുഴുകണം. അതിൽ ഇന്നയാളെന്നൊന്നുമില്ല. ശില്പികളുണ്ടാവും, പലതരത്തിൽ കർമ്മ ചെയ്യുന്നവരുണ്ടാവും. അവരൊക്കെ വിശേഷമായിട്ട് ആദരിക്കപ്പെടണം. വസ്തുക്കളെ കൊണ്ട്, ധനാദികളെ കൊണ്ട്, ആഹാരാദികളെ കൊണ്ട് ഒന്നിലും ഒരു പോരായ്മയും വരരുത്. ന ച അവജ്ഞ, ന ചാവജ്ഞ, ന ച അവജ്ഞ. വായിക്കുമ്പോൾ ചാവജ്ഞ ച അവജ്ഞ, ന ച അവജ്ഞ. അവജ്ഞയോട് കൂടിയിട്ട് ആവരുത്. അവജ്ഞയോടും. പിന്നെയോ പ്രയോക്തവ്യ, നന്നായിട്ട് തന്നെ പ്രയോഗിക്കണം. കാമക്രോധവശാദപി ന. കാമം വരാൻ പാടില്ല, ക്രോധം വരാൻ പാടില്ല. യജ്ഞകർമ്മസു യേ വ്യഗ്രാഹ. ഇത് യജ്ഞകർമ്മങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, യജ്ഞത്തിന് വേണ്ടിയിട്ട് പല പല കർമ്മങ്ങളാണ്. അത് ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള, അതിന് ഉത്സുകരായിട്ടുള്ള, വ്യഗ്രന്മാരായിട്ടുള്ള പുരുഷാഹ ശില്പിനഹ തഥാ. അതേപോലെയുള്ളവർ, ശില്പികളെ പോലെയുള്ളവർ. അതാണ് അവരൊക്കെ പ്രത്യേകം തേഷാമപി വിശേഷേണ പൂജാകാര്യ യഥാക്രമം. അതാണ് യേസ്യു സംഭോജിത സർവേ പശുഭിർഭോജനേന ച യഥാ സർവം സുവിഹിതം ന കിഞ്ചിൽ പരിഹീയതേ തഥാ ഭവന്തഃ കുർവന്തു പ്രീതിയുക്തേന ചേതസ. അപ്പം എല്ലാവരും വളരെയധികം പ്രീതിയുക്തന്മാരായിട്ട് ചെയ്യണം എന്നാണ്. വളരെ രസാട്ടോ രാമായണം വായിക്കാനേ. കവികൾക്ക് ആധാരമായതാണ് ഇത്. പരം കവീനാം ആധാരം, അങ്ങനെയാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠതയുണ്ട് ഈ കാവ്യത്തിന്. ഏതാണ്, അതുകൊണ്ടാണ് ഇത് കാവ്യമായത്. ഇങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ട് ശുദ്ധചിത്തന്മാരായിട്ട് യഥായോഗ്യം നിർദ്ദേശമനുസരിച്ച് എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം എന്നെല്ലാം പ്രത്യേകമായിട്ട് പറഞ്ഞു. അതിനുശേഷം അവരെല്ലാം വസിഷ്ഠനെ നമസ്കരിച്ച് അവിടുത്തെ ആഗ്രഹം, നിർദ്ദേശം അതെന്താണോ അതെല്ലാം ഒരേപോലെ ചെയ്തോളാം, ഒന്നിനും ഒരു കുറവും വരില്ല എന്നവരൊക്കെ ഏറ്റു. അതേപോലെ തന്നെ മന്ത്രിയെ വിളിച്ചു വരുത്തി ധാർമ്മികരായിട്ടുള്ള എല്ലാ ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തണമെന്ന് വസിഷ്ഠൻ പ്രത്യേകമായിട്ട് പറഞ്ഞു. അതേപോലെ ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ എല്ലാവരെയും ഈ പല രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വേണം, എന്നാലേ അത് നേരെയുള്ളൂ. അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തണം. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള അവരെ ക്ഷണിക്കണം എന്നുള്ള അത് ആജ്ഞ കൊടുത്തു. ശൂരനും സത്യവാദിയായിട്ടുള്ള മഹാഭാഗനായിട്ടുള്ള മിഥിലാധിപതി പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ടു. ജനകനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. പിന്നെ അത്
ഈ മന്ത്രി തന്നെ നേരിട്ട് അവിടെ പോയിട്ട് ക്ഷണിക്കണം. ചിലത് അങ്ങനെയുണ്ട്, അറിയിച്ചാൽ മതി. ചിലത് അങ്ങനെയല്ല, കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ബന്ധു മിത്രാദികൾ എല്ലാവരും വരണം. അതേപോലെ അവരുടെ സാന്നിധ്യം കൊണ്ട് ചില മഹനീയ കർമ്മങ്ങൾ ചെയ്യാണ്ട്, അതുകൊണ്ടാണ് ഇത് മുന്നേ കൂട്ടി പറയണത് എന്നാണ്. അതേപോലെ ദേവതുല്യനായിട്ടുള്ള പ്രിയവാദിയായിട്ടുള്ള സദ്വ്രതനായിട്ടുള്ള കാശി രാജാവിനെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നു. പിന്നെ പരമധാർമ്മികരായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ചക്രവർത്തിയുടെ ശ്വശുരൻ കൈകേയിയുടെ അച്ഛനായിട്ടുള്ള കേകയ രാജാവിനെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ രാജസിംഹന്റെ വയസ്സിനും വില്ലാളിയായിട്ടുള്ള സുസൽകൃതനുമായിട്ടുള്ള അംഗരാജാവ് രോമപാദനെയും പ്രത്യേകമായിട്ട് കൂട്ടിക്കൊണ്ടുവരണം. അതേപോലെ കോസല രാജാവ്, അത് വളരെ ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സൂര്യനെ പോലെ അത്രയ്ക്കുണ്ട്, കൗസല്യയുടെ പിതാവ്. അതേപോലെ മഗധ രാജാവിനും ഇത്രയും പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിനെയും ഇതേപോലെ അത്യാദരവോട് കൂടിയിട്ട് കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ രാജശാസനം കണക്കാക്കിക്കൊണ്ട് ഈ സിന്ധു സൗരാഷ്ട്രത്തിൽ ഒക്കെ ഉള്ളതായിട്ടുള്ള രാജാക്കന്മാരെ പ്രത്യേകമായിട്ട് കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ നരേന്ദ്രന്മാരെ അനുചരന്മാരോട് കൂടിയിട്ട് ബന്ധുക്കളോട് കൂടിയിട്ട് എല്ലാവരെയും ഈ യാഗത്തിന് ഭാഗഭാക്കാകാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെ വസിഷ്ഠൻ്റെ ആജ്ഞ കേട്ടപ്പോൾ മന്ത്രി എല്ലാവരെയും അതിനനുസരിച്ച് കൊണ്ടുവരാനായിട്ട് പുറപ്പെട്ടു. ചിലരെ നിയോഗിക്കേ വേണ്ടു, പോയിട്ട് കൊണ്ടുവരൂ. ചിലരെ നേരിട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരണം. അതൊക്കെ അപ്പോൾ പറഞ്ഞല്ലോ. അങ്ങനെ യജ്ഞത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കേണ്ടവരെല്ലാം അതാത് കർമ്മത്തെപ്പറ്റി ചെയ്ത് അപ്പോൾ വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു കൊണ്ടിരുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ് സന്തോഷിച്ച് ഈ ദശരഥ മഹാരാജാവ് ആ ദ്വിജശ്രേഷ്ഠനായിട്ടുള്ള മഹർഷി വസിഷ്ഠനോട് പറഞ്ഞു, അവജ്ഞയോടെയോ ലാഘവബുദ്ധിയോടെയോ ദാനകർമ്മം ചെയ്യരുത് കേട്ടോ എന്ന്. അവിടെ മറ്റൊരു നിയമത്തെ പറയാണ്. തദപ്രീതോ ദ്വിജശ്രേഷ്ഠ താൻ സർവാൻ മുനി അബ്രവീത് അവജ്ഞയാ ന ദാതവ്യം കസ്യജല്ലീലയാ പിവാ. അടുത്ത നിയമം എന്താ പറഞ്ഞത്? ഈ അവജ്ഞയോട് കൂടിയിട്ടോ അവജ്ഞയ, അതേപോലെ ലീലയാ അഭി, ലീല കളിയായിട്ടോ ദാനകർമ്മത്തെ ചെയ്യരുത്. അപ്പം എത്ര പ്രാധാന്യം ഉണ്ടെന്ന് കണക്കാക്കിയാൽ മതി. ബ്രാഹ്മണ പൂജ, ഈശ്വര പൂജ, പിതൃപൂജ, ഈ അതിഥി പൂജ, ഇതിൽ പെട്ടതാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് കൊടുക്കുന്നത് ഒരു ദാന. ആഹാരം കൊടുക്കലായാലും ധനധാന്യാദികൾ കൊടുക്കലായാലും ഭൂമി തൊട്ടുള്ളത് കൊടുക്കായാലും ഈ ഭൂമി ഇങ്ങനെ ധാരാളം കൊടുത്തിട്ടേ ബ്രാഹ്മണന്മാർ രാജാവിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനോ ഒന്നും കിട്ടിയാൽ പറ്റില്ല, അതൊക്കെ അങ്ങനെ ചെയ്തോളൂ, ഭൂമി ഇതാ അങ്ങ് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് കുറച്ച് ധനം മാത്രം തന്നാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പശുക്കളെ തന്നോളൂ, അത് മതി എന്ന് ബ്രാഹ്മണർ രാജാവിനോട് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് പിന്നെ ഭൂമിയെ തിരിച്ചു വാങ്ങി ധനത്തെയും പശുക്കളെയും കുറെ കൊടുത്തു. എന്നാൽ ആ പശുക്കളെ ബ്രാഹ്മണർ നോക്കുമോ? ബ്രാഹ്മണർ പശുക്കളെയൊന്നും നോക്കില്ല, ബ്രാഹ്മണരുടേതാണ് എന്ന് പറയും. ബ്രാഹ്മണർക്ക് എവിടെ പോയാലും ഇതൊക്കെ സ്വന്തം. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ എല്ലാവരും ചെയ്ത് കൊടുത്തോളും. അപ്പോൾ അത് കാരണം ഇത് എൻ്റെ എന്നുള്ള തോന്നൽ അവർക്കില്ല. എല്ലാം എൻ്റെ ആകുമ്പോൾ പിന്നെ എന്താ പ്രത്യേകിച്ച് എൻ്റെ എന്ന് പറയാനുള്ളത്? ഈ ഭൂമി തന്നെ എൻ്റെയാണ്. അതിപ്പോൾ ഞാൻ എന്നുള്ള വ്യക്തിയുടെ അല്ല, ബ്രാഹ്മണരുടേതാണ്, അത്രയേ ഉള്ളൂ. ബ്രാഹ്മണ കുലത്തിൻ്റേതാണ്. അപ്പോൾ ഇതെൻ്റെയാണ്, എൻ്റെയും കൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു വിശാലാർത്ഥമുണ്ട്. അപ്പോൾ അതിന് അർഹതയുണ്ട്. ആ പാല് കിട്ടാൻ പ്രയാസമില്ല. എനിക്കെത്തിരി പാല് വേണം എന്ന് പറഞ്ഞാൽ പലരും കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അവജ്ഞയോടെ ലാഘവബുദ്ധിയോടെ ഒരു തരത്തിലും ഈ നിഷേധം വരാൻ പാടില്ല. അതുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇനിയോ അവജ്ഞയാകൃതം ഹന്യാത് ദാതാരം നാത്ര സംശയ തഥാ കൈശ്ചിത് അഹോരാത്രൈഹി ഉപായാതാമഹീക്ഷിത. അവജ്ഞയോടെയുള്ള ഈ ദാനം ചെയ്യുന്നയാളെ നശിപ്പിക്കും. അവിടെ ദാനം സ്വീകരിക്കുന്നയാൾക്ക് നാശം വരില്ല കേട്ടോ. രണ്ടും തുല്യമാണേ, അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ദാനം വാങ്ങുന്നയാൾക്ക് സംഭവിക്കില്ല. ദാനം ചെയ്യുന്ന ഈ വസ്തുവിൻ്റെ ഏറ്റവും മോശമായിട്ടൊരവസ്ഥയാണെന്ന് കൂട്ടുക. തനി തങ്കാണ്, പക്ഷേ ഉണ്ടാക്കിയ വഴി വളരെ മോശമാണെങ്കിൽ, ഈ കൊടുക്കുന്നയാളുടെ പാപം വളരെ കൂടുതലാണെങ്കിൽ ആ തനി തങ്കം സ്വീകരിക്കുന്നയാൾക്ക് വലിയ ച്യുതി സംഭവിക്കും. അത് പിന്നെ ആ ച്യുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗായത്രി ഉപാസന തൊട്ടുള്ള വിധികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തല്ലാണ്ട് രക്ഷപ്പെടില്ല.
ചില ദാനങ്ങളൊക്കെ വാങ്ങിയാണല്ലോ വളരെ മോശാട്ടോ. മഹാപാപികളായിട്ട് ചില കുടുംബത്തിലെ ആൾക്കാർ പുറമേ കണ്ടാൽ നല്ല ഈശ്വരഭക്തന്മാരൊക്കെ ആവും. പക്ഷേ പൂർവികരുടെയോ അല്ലെങ്കിൽ ആ ജന്മത്തിൻ്റെ തന്നെയോ മറ്റ് പൂർവ്വ ജന്മങ്ങളിലോ ഉണ്ടായിട്ടുള്ള മഹാപാപം കാരണം ഇത് പുറമേക്ക് വരില്ല. അയാളുടെ നിന്ന് നമ്മളൊരു ദാനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി 100 കിലോ എന്ന് കൂട്ടുക. നമ്മുടെ ഈ തലയിൽ ഒരു 10,000 കിലോ ഭാരം വെച്ചാൽ നമ്മൾ എങ്ങനെ നശിക്കണോ അതേപോലെ ഈ ദാനം അവർ തരിക ആകെ 1000 റുപ്യയാണ്, അല്ലെങ്കിൽ 2000 റുപ്യയാണ്. അവരുടെ ഈ 2000 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യയാവും ചെയ്തു. നമുക്ക് പക്ഷേ ഈ 100 കിലോ ഉള്ള നമുക്ക് ഇത് താങ്ങുന്നത് 10,000 കിലോ ഭാരം, അതല്ലെങ്കിൽ 1,00,000 കിലോ ഭാരമാണ്. അത് മനസ്സിലാക്കാതെ കണ്ട് എനിക്കിന്ന് ആകെ 10 മിനിറ്റിൻ്റെ പണിയുണ്ടായിട്ടുള്ളൂ, 2000 റുപ്യ കിട്ടി. ഈ 2000 റുപ്യയുടെ കടം തീരണമെങ്കിൽ ഈ ജന്മം കൊണ്ട് പറ്റില്ല, അടുത്ത ജന്മം കൊണ്ടും പറ്റില്ല. പെടാറുണ്ട് ചിലപ്പോൾ. പുറമേ കാണുമ്പോൾ നല്ല വേഷഭൂഷാദികൾ, വസ്ത്രം തൊട്ടുള്ള കുറി തൊട്ടുള്ള കാര്യങ്ങൾ, മാല തൊട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് ചെല്ലണു, അമ്പലത്തിൽ പല കാര്യങ്ങളും ചെയ്യണു, ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യണു. ഈ വിദ്വാനെ മഹാഭാവിയാണ്, ചെറിയ ഭാവിയല്ല, മഹാഭാവിയാണ്. അതൊക്കെ ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. കണ്ണും ചെവിയും തുറന്നിരുന്നാൽ മതി. അനുഭവം ഉണ്ടാവുകൊണ്ട് പറയാം. സ്വാനുഭവം അത് വളരെ പ്രധാനമാണ്. ചില ദാനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സാധാരണ ദാനത്തിന് 500 റുപ്യ കിട്ടിയതിന് 2000 റുപ്യ തരും, 4 ഇരട്ടി തരും. പക്ഷേ ഈ 4 ഇരട്ടി അതും ഭക്തനായിട്ടുള്ള ഒരാളെ അല്ലേ, പുറമേ കാണുമ്പോൾ എത്രയും വാങ്ങിയോ കുടുങ്ങുകയാണെന്ന് അർത്ഥം. അതാണ്. അപ്പോൾ അവജ്ഞയാ കൃതം ഹന്യാദാതാരം നാത്ര സംശയ. ഇവിടെ നിയമം പറഞ്ഞാൽ എന്താ? അവജ്ഞയോട് കൂടിയിട്ട് ദാനം ചെയ്യുകയാണെങ്കിൽ ദാനം കൊടുക്കുന്നയാളെ അത് നശിപ്പിക്കും, ദാനം വാങ്ങുന്നയാൾ നശിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ സംശയമില്ല. അപ്പോൾ മന്ത്രി ഇങ്ങനെയെല്ലാം പറഞ്ഞ് യാത്ര ചെയ്തു. അത് കഴിയുമ്പോഴേക്കും രാജാക്കന്മാർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. കാരണം ഈ വസന്ത ഋതു തുടങ്ങി അത് കഴിയുന്നതിൻ്റെ മുന്നേയായിട്ട് യാഗം കഴിയണം. അപ്പോൾ അതിൻ്റെ ആ ഒരു നിയമത്തിനനുസരിച്ച് സമയബന്ധിതമായിട്ടൊക്കെ ചെയ്യണമല്ലോ. അവരെല്ലാവരും ദശരഥനെ കാഴ്ചകളായിട്ട് ധാരാളം വസ്തുക്കളെ കൊണ്ടുവന്നു, രത്നങ്ങൾ, പലതും ഇന്നതെന്നില്ല. അതൊക്കെ രാജാവ് സ്വീകരിച്ചു. അല്ലയോ നരവ്യാഘ്ര, അങ്ങയുടെ ഇംഗിതമനുസരിച്ച് രാജാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാവരും അങ്ങയെ കാണാൻ തയ്യാറായിട്ട് നിൽക്കണു. അവരെല്ലാം നന്നായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, സൽക്കരിച്ചിട്ടുണ്ട്. ഇനി അങ്ങയെ മുഖം കാണിക്കുക, കിട്ടുമ്പോൾ മറ്റേ ഈ കാഴ്ച സമർപ്പിക്കുമ്പോൾ അതെല്ലാം സ്വീകരിക്കുക. പിന്നെ യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിയുക്തരായവരെ എല്ലാവരും വന്നു കഴിഞ്ഞു. അവരെല്ലാം ചെയ്തിട്ടുണ്ട്. യജ്ഞശാലയിലേക്ക് നമുക്ക് പോവാം, സരയൂ നദീ തീരത്തേക്ക് പോവാം. ഇപ്പോൾ കൊട്ടാരത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. എല്ലാം നേരിട്ട് കണ്ടൊന്ന് പരിശോധിച്ചോളൂ. നിശ്ചയിച്ച പോലെ ആയിട്ടില്ലേ എന്ന് വസിഷ്ഠനെ സമ്മതിപ്പിക്കണമല്ലോ. അപ്പോൾ അതെല്ലാം വസിഷ്ഠൻ്റെ, ഋഷ്യശൃംഗണ്ട് അവരുടെ വാക്കനുസരിച്ച് ഈ നക്ഷത്രത്തിൽ ജഗതീപതി എന്ന രീതിയിൽ, എന്നുവെച്ചാൽ ഈ ആകാശത്ത് പൗർണമി ദിവസം നക്ഷത്രങ്ങളെ കാണുമ്പോൾ നക്ഷത്രങ്ങൾക്ക് ശോഭ കുറവ്, ചന്ദ്രന് ശോഭ കൂടുതൽ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ചന്ദ്രനായിട്ട് ഋഷ്യശൃംഖനെയാണ് ഉപമിച്ചത്. ഇങ്ങനെ ഋഷ്യശൃംഖനെ മുൻനിർത്തി വസിഷ്ഠ പ്രമുഖരായിട്ടുള്ള എല്ലാവരും മഹാബ്രാഹ്മണർ നടന്നു. യജ്ഞകർമ്മം അത് ആരംഭിക്കാനായിട്ട് ഈ യജ്ഞപാഠത്തിൽ എത്തി. ശാസ്ത്രവിധിക്കനുസരിച്ച് മഹാരാജാവ് പത്നിമാരോടൊത്ത് ഈ ദീക്ഷ കൈക്കൊണ്ടവരാണ്. 1 കൊല്ലമായിട്ട് അവർ ദീക്ഷിതരാണ്. അവർ ആ സ്ഥലത്തേക്ക് എത്തി. ഇന്നിങ്ങനെ 13ാമത്തെ സർഗം അവിടെ അവസാനിപ്പിച്ചു. ഇനി 14ാമത്തെ സർഗം. ഇപ്പോൾ 11, 12, 13 3 സർഗമാണ് പറഞ്ഞത്. 49 മിനിറ്റ് ഇപ്പോൾ നമ്മൾ എടുത്തു. ഇനി യാഗത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയാൻ തുടങ്ങുകയാണ് ഈ 14ാമത്തെ സർഗം മുതൽ. അത് നമുക്ക് നാളെ പറയാം. സർവത്ര ശ്രീരാമനാമകീർത്തനം, ജയ ജയ രാമ രാമ. അപ്പോൾ ഈ കഥകളെ ഇത് മുഴുവൻ കേൾക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഷെയർ ചെയ്യണം, എല്ലാവരും കേൾക്കണം. സമയം നോക്കണ്ട. ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഊണ് കഴിക്കുന്ന സമയത്താച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞ സമയത്താച്ചാൽ അങ്ങനെ, കിടക്കാൻ നേരത്താച്ചാൽ അങ്ങനെ. ഇത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ എടുക്കുക. പ്ലേ സ്റ്റോറിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഏത് ഭാഗമാണോ കേൾക്കണമെന്ന് തോന്നുന്നത്, അപ്പോൾ ആ ഭാഗത്തെ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോയാലും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാതിരിക്കാൻ വെച്ചാലും അടുത്തത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത് മൂന്നാമത് ഇങ്ങനെ ഞെക്കണ്ട, അങ്ങനെ കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേട്ടുകൊണ്ട് കിട്ടുന്നത്
മനസ്സിലാക്കാൻ സാധിക്കുമാറാകട്ടെ. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമഃ.